ഇന്ന് നമ്മൾ ICPS എക്സാമിന് സെപ്റ്റംബർ 2020 സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എ പൈത്തൺ ഫംഗ്ഷൻ ടു റീഡ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ A, B ആൻഡ് കാൽക്കുലേറ്റ് ഹൈപ്പോട്ടന്യൂസ് യൂസിങ് ദ ഇക്വേഷൻ റൂട്ട് ഓഫ് A² + B². ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയറായിട്ട് ആദ്യം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആദ്യം കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതി തുടങ്ങുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈഡ്സ് റീഡ് ചെയ്യണം എയും ബിയും. അത് യൂസിങ് എ ഫംഗ്ഷൻ, പൈത്തൺ ഫംഗ്ഷൻ യൂസ് ചെയ്ത് റീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിന് യൂസ് ചെയ്ത് ഹൈപ്പോട്ടന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന് നമുക്ക് എങ്ങനെ പ്രോഗ്രാം എഴുതാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് ഡെഫ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ ആ ഫംഗ്ഷൻ ഒരു പേര് വേണം. ഞാനിവിടെ കാൽക്ക് എന്നുള്ള ഒരു പേരാണ് കൊടുക്കുന്നത്. ദെൻ ഫംഗ്ഷനിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും വരുന്നില്ല, കാരണം ആ ഫംഗ്ഷനകത്ത് റീഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആർഗ്യുമെൻറ്റ്സ് ആവശ്യമില്ല. സോ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. ദെൻ ഈ ഫംഗ്ഷനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂസിനെ റീഡ് ചെയ്യണം, എയും ബിയും. അപ്പോൾ എ ഈക്വൽ ടു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് ഞാൻ എടുക്കുവാണ്, ഇൻപുട്ട് എൻ്റർ ദ 2 sides ഓഫ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ എടുക്കാം. മെസ്സേജ് പ്രിൻ്റ് ചെയ്തു. ദെൻ അതുപോലെ ബിക്കകത്തോട്ട് അടുത്ത ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്ത വാല്യൂ റീഡ് ചെയ്യുവാണ്. ജസ്റ്റ് ഇൻപുട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു വിത്തൗട്ട് എനി മെസ്സേജ്. ഓൾറെഡി ഞാൻ ഇവിടെ എൻ്റർ 2 sides എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് രണ്ടാമത്തേൽ ഞാൻ മെസ്സേജ് ഒന്നും കൊടുത്തില്ല. ഇനി ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, റൂട്ട് ഓഫ് x² + y² അല്ലെങ്കിൽ റൂട്ട് ഓഫ് A² + B². സോ അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് ഡയറക്റ്റായിട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വേരിയബിളിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് തന്നെ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് മാത്ത്, എന്നിട്ട് റിട്ടേൺ മാത്ത് .sqrt കോൾ ചെയ്യുവാണ്. SQRTക്കകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് A² എടുക്കാൻ വേണ്ടി A**2, അതുപോലെ B², B**2. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A², B², കോമ അല്ല, ഇവിടെ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുക. പ്ലസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും A² + B² കണ്ടുപിടിച്ചിട്ട് അതിനെ SQRTയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ദെൻ വിൽ ഗെറ്റ് ദ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ. ആ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മുടെ മെയിൻ പ്രോഗ്രാമിനകത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. പ്രിൻ്റ് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു കോമ. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ നേരെ അവിടെ പോകുന്നു, വാല്യൂസ് റീഡ് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്ത് തിരിച്ചു വന്ന് അതിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം എഴുതുന്നത്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് str ഈക്വൽ ടു സ്ട്രിങ് ഓപ്പറേഷൻസ് ഇൻ പൈത്തൺ. ഇതൊരു സ്ട്രിങ് നമ്മൾ str-ലേക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ്. നമുക്ക് തന്നിരിക്കുന്നത് str ഓഫ് :-2. സ്ട്രിങ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് സ്ലൈസിങ് പഠിച്ചു. ഇൻഡെക്സ് വെച്ച് നമുക്ക് സ്ട്രിങ്സിനെ, അതിൻ്റെ സബ്സ്ട്രിങ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ str :-2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കോളൻ കഴിഞ്ഞ് നമുക്ക് രണ്ടാമത് ഇവിടെ ഒരു വാല്യൂ നമ്മൾ മൈനസായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ഓർഡറിൽ എത്ര എലമെൻറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ഉള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്, അവസാനത്തെ 2 ക്യാരക്ടേഴ്സ് വേണ്ട എന്നുള്ളതാണ് ഈ ഒരു ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവസാനത്തെ 2 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ON ആണ്. അപ്പോൾ നമുക്ക് ബാക്കി സ്ട്രിങ് ഓപ്പറേഷൻസ് ഇൻ പൈത്ത് എന്നുള്ളതായിരിക്കും നമ്മൾ കിട്ടുന്നത്. ദെൻ അതുപോലെ രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് str ഓഫ് : എന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് ഒരു കോളൻ മാത്രമാണെങ്കിൽ ആ ഫുൾ സ്ട്രിങ്ങിനെയും പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അതുപോലെ str ഓഫ് 10:. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 10 മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാം തന്നെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് 10 ക്യാരക്ടേഴ്സ് കഴിഞ്ഞതിന് ശേഷം
10th പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ 6 വരുന്നത്. അപ്പോൾ 6 മുതലുള്ള ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അതാണ് STR ഓഫ് 10 കോളൻ. ഇനി അതുപോലെ തന്നെ അടുത്തത് STR ഓഫ് -6 കോളൻ -2 ആണ്. അപ്പം -6 എന്ന് പറയുമ്പോഴത്തേന് ലാസ്റ്റ് 6 ക്യാരക്ടേഴ്സ് എടുക്കും. ആ ലാസ്റ്റ് 6 ക്യാരക്ടേഴ്സിൽ നിന്ന് അതിലും അവസാനത്തെ 2 ക്യാരക്ടേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് എടുക്കും. ലാസ്റ്റ് 6 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ പൈത്തൺ എന്നുള്ളതാണ്. അതിനകത്തുനിന്ന് ലാസ്റ്റ് 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ PYTH ഇത് മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം, write a program to read a string and use appropriate string operation to print the string 20 times in a line with no space. ഡു നോട്ട് യൂസ് എനി ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഗ്രാമിനകത്ത് സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് ആ സ്ട്രിങ്ങിനെ 20 ടൈംസ് പ്രിൻറ്റ് ചെയ്യണം. നമ്മൾ C++ലൊക്കെ 20 ടൈംസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. പകരം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പൈത്തണിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്ട്രിങ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സ്ട്രിങ്ങിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺകാറ്റിനേഷൻ കിട്ടുന്നത് പോലെ തന്നെ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത്രയും നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ആ സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പോൾ അത് നമുക്ക് പ്രോഗ്രാമാക്കി എഴുതാൻ പറ്റും. 2 സ്റ്റേറ്റ്മെൻറ്റേ വരത്തുള്ളൂ ആകെ. ആദ്യം നമുക്ക് ആ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യണം. സോ STR ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ സ്ട്രിങ്. സ്ട്രിങ്ങിനെ റീഡ് ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം, ഈ സ്ട്രിങ്ങിനെ 20 ടൈംസ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് പ്രിൻറ്റിനകത്ത് STR × 20 എന്ന് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഇപ്പോൾ ഹലോ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഈ ഹലോ തന്നെ 20 ടൈംസ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരും ഒരുമിച്ച്, വിത്തൗട്ട് എനി സ്പേസ് ആയിരിക്കും വരുന്നത്. ഇനി ഇൻ കേസ് സ്പേസ് വേണമെങ്കിൽ ഇവിടെ കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൽ ഒരു സ്പേസും കൂടി കൊടുത്തു കഴിയുകയാണെങ്കിൽ ഓരോ തവണയും സ്പേസ് ഇട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് ഇവിടുത്തെ സ്ട്രിങ് ഓപ്പറേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ആ സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്ത് കിട്ടും. 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു റീഡ് എ സ്ട്രിങ് ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് വവൽസ് ആൻഡ് കൺസണൻസ് ഇൻ എ സ്ട്രിങ്. ഓക്കെ, അപ്പം ഇത് യൂസ് ചെയ്ത് നമ്മളൊരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് എത്ര വവൽസ് ഉണ്ട്, എത്ര കൺസോണൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് സാധാരണ C പ്രോഗ്രാം പോലെയും ചെയ്യാം. പൈത്തണിനകത്ത് നമുക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് വേയിലും ചെയ്യാൻ പറ്റും. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതിയാവും. സോ അപ്പോൾ ആ പ്രോഗ്രാം എഴുതാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യണം. അപ്പോൾ STR ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് എൻ്റർ ദ സ്ട്രിങ്. സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് വവൽസിൻ്റെ കൺസോണൻസിൻ്റെ കൗണ്ട് വേണം. അപ്പോൾ ആ കൗണ്ട്സിനെ നമ്മൾ ആദ്യമേ തന്നെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുകയാണ്. കൗണ്ട് ഈക്വൽ ടു 0, ദെൻ കൺസോണൻസ് കൗണ്ട് ഈക്വൽ ടു 0. ഇങ്ങനെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റിനകത്ത്, അതായത് വവൽസിൻ്റെ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലിസ്റ്റിനകത്ത് നമ്മുടെ ഈ ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ അത് വവൽസ് കൗണ്ടിലേക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിനെ വിടാം. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വവൽസിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ VList ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ വവൽസ് എന്ന് പറയുന്നത് A, E, I, O, U ആണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ലിസ്റ്റിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഓരോരോ സ്ട്രിങ്ങിനകത്തുള്ള ഓരോരോ എലമെൻ്റ് എടുത്തിട്ട് ആ എലമെൻറ്റ് ഇതിനകത്തുള്ള ഏതെങ്കിലും ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാണ്. for C in STR സ്ട്രിങ്ങിനകത്തുള്ള ഓരോരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറാണ് ഇവിടെ എടുക്കുന്നത്. എടുത്തതിന് ശേഷം ആ ക്യാരക്ടർ, ആ C എന്ന് പറയുന്നത് ഈ VListലുണ്ടോ അല്ലെങ്കിൽ സ്പേസ് ആണോ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഇതിലുള്ളതാണെങ്കിൽ അത് വവൽസ് ആണ്, ഇതിൽ ഇല്ലാത്തതാണെങ്കിൽ അത് കൺസണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൺസണൻസിനെ കൗണ്ട് ചെയ്യാം. ആദ്യം കൺസണൻസിന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് C നോട്ട് ഇൻ VList, ഈ ലിസ്റ്റിനകത്ത് C ഇല്ല എങ്കിൽ
ബി ലിസ്റ്റിലില്ല. അതുപോലെ തന്നെ ആൻഡ് സി നോട്ട് ഈക്വൽ ടു സ്പേസും അല്ല എങ്കിൽ നമുക്ക് അതിനെ കൺസോണൻസ് ആയിട്ട് കൗണ്ട് ചെയ്യാം. സി കൗണ്ട് ഈക്വൽ ടു സി കൗണ്ട് +1 ആക്കി മാറ്റാം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എൽസ് കൊടുത്തിട്ട് അതിനെ നമുക്ക് എന്തായിട്ട് കൗണ്ട് ചെയ്യാം? വവൽസായിട്ട് വേണമെങ്കിൽ വവൽസിൻ്റെ രീതിയിൽ സി കൗണ്ടിനെ അല്ലെങ്കിൽ കൗണ്ടിനെ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവസാനം സി കൗണ്ടും പ്രിൻ്റ് ചെയ്ത് കാണിച്ചാലും മതി. ഓക്കെ, അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാൻ പോവാണ്. അടുത്തൊരു ലൂപ്പ് ഞാൻ എടുക്കുന്നു. ഫോർ സി ഇൻ ബി ലിസ്റ്റ്. നമ്മുടെ ലിസ്റ്റിനകത്തുള്ള ഓരോരോ വവൽസായിട്ട് എടുക്കുകയാണ്. ആ വവൽസ് നമ്മുടെ സ്ട്രിങ്ങിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൗണ്ട് എടുക്കാൻ വേണ്ടി ആ str.count എന്ന് പറയുന്ന സ്ട്രിങ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ബി ലിസ്റ്റിലുള്ള ഓരോ ക്യാരക്ടർ എ ആദ്യം എടുക്കുക. എ str-നകത്ത് സ്ട്രിങ്ങിനകത്ത് എത്ര തവണ ഉണ്ടെന്ന് നോക്കും. അത് ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എ ആണ് വരുന്നത്. ദെൻ നമ്മുടെ കൗണ്ടാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് ഈ കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് എന്താണ്? സ്ട്രിങ്ങിനകത്ത് എത്ര നമ്പർ ഓഫ് string.count സി ഓരോ നമ്പർ എത്ര എണ്ണം വീതം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ആ കൗണ്ടിനെ ഈ കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം എ എടുക്കും. എയുടെ കൗണ്ട് എത്രയുണ്ടോ അത് 0യുടെ കൂടെ ആഡ് ചെയ്യും. ഇ എടുക്കും. ഇയുടെ കൗണ്ട് എത്രയുണ്ടോ അത് എയുടെ കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ ഐ എടുക്കും. ഇങ്ങനെ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് ഫൈനലി വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വവൽസ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എൽസ് കൊടുത്തിട്ട് ആ കൗണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. എങ്കിൽ ഒരൊറ്റ ലൂപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ഒരു ഇതും കൂടി പോസിബിലിറ്റിയും കൂടി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എഴുതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് കൗണ്ടുകളും ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ പ്രിൻറ്റ് നമ്പർ ഓഫ് വവൽസ് എന്ന് പറയുന്നത് വവൽസ് ഈക്വൽ ടു സി കൗണ്ടാണ് നമ്മുടെ വവൽസ് കൗണ്ട്. അടുത്ത് പ്രിൻ്റ് നമ്പർ ഓഫ് കൺസോണൻസ് എന്ന് പറയുന്നത് സി കൗണ്ട്. അത് രണ്ടും പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇത്രയാണ് ആ പ്രോഗ്രാമിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് വൈൽ റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് n ലെസ് ദാൻ ഈക്വൽ ടു 2 ഓർ ഇൻ ബിറ്റ്വീൻ 2 and 10 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനിടയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ അതിനുശേഷം റീപ്ലേസ് ദ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻ ഇക്വലൻറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ടു ഗെറ്റ് ദ സെയിം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി അതിനെ വൈൽ മാറ്റി ഫോർ ലൂപ്പ് ആക്കിയിട്ടും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതണം എന്നുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ നമുക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ആണ് റീഡ് ചെയ്യാനുള്ളത്, n അല്ലേ. ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ നമ്മൾ റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടേബിൾ 1 to 12 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. സോ അപ്പോൾ ആദ്യം നമ്മൾ വാല്യൂ റീഡ് ചെയ്യുകയാണ്. n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. റീഡ് ചെയ്ത് അതും 2നും 10നും ഇടയിലുള്ള ഒരു നമ്പർ റീഡ് ചെയ്യണമെന്നുള്ള മെസ്സേജ് ആക്കി കൊടുക്കുക. ദെൻ അതിന് ശേഷം ഐനെ ഞാൻ 1 ആക്കി. വൈൽ വെച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഐ മുതൽ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. അത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇപ്പം ഇവിടെ വൈൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 12 ആകുന്നത് വരെ 1 മുതൽ 12 ആകുന്നത് വരെയാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഐ ലെസ് ദാൻ ഈക്വൽ ടു 12 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഐ ആണ് നമ്മൾ 1 to 12 വരെ ഐട്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം ഐനെ പ്രിൻറ്റ് ചെയ്തു, അതിനുശേഷം ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു, ദെൻ n പ്രിൻറ്റ് ചെയ്തു, ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെന്നുള്ളത്, ദെൻ ഈക്വൽ പ്രിൻറ്റ് ചെയ്തു, ദെൻ അതിനുശേഷം n ഇൻറ്റു ഐ പ്രിൻറ്റ് ചെയ്തു. ഇത്രയാണ് നമുക്ക് അതിനകത്ത് ഔട്ട്പുട്ടിൽ വേണ്ടി വരുന്നത്. നിങ്ങൾക്കിത് അറിയായിരിക്കും. ദെൻ ഇനി എന്ത് ചെയ്യണം? ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഐ പ്ലസ് ഈക്വൽ ടു 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൈൽ സ്റ്റേറ്റ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ എന്തെഴുതണം? ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. അപ്പോൾ ആദ്യം എന്തായാലും രണ്ടിലാണെങ്കിലും ഇൻപുട്ട് റീഡ് ചെയ്യണം. ഇൻപുട്ട്
എൻ്റർ ദ നമ്പറിനെ റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇവിടെ വയലിനകത്ത് ഐ ഇനിഷ്യലൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഫോർ ലൂപ്പ് മതി നമുക്ക്. ഫോർ ഐ ഇൻ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഐയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ 12 വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 13 കൊടുക്കണം. 12 വരെ കിട്ടാൻ വേണ്ടി 13 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 to 13. ദെൻ ഇതിനകത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. പ്രിൻറ്റ് ഐ കോമ സ്റ്റാർ കോമ n ഈക്വൽ n ഇൻറ്റു ഐ. ഇത്രയും കൊടുക്കുമ്പോഴത്തേനും ഇത് വയലിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഫോർ ലൂപ്പായിട്ട് മാറി. രണ്ടിൻ്റെ ഔട്ട്പുട്ട് സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പ്രോഗ്രാംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.